ഇത് എന്ന് ഇറങ്ങും, ഇത് എന്ന് ഞാൻ പബ്ലിഷ് ചെയ്യും ഒന്നും എനിക്കറിയില്ല. ഞാനിത് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ക്ലോസ് ടു 2022 മാർച്ചിൽ തീർത്തതാ. ഇന്ന് 2024 ഒക്ടോബറായി. എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു മടി അല്ലെങ്കിൽ ഒരു ചമ്മല്, അല്ലെങ്കിൽ MK രാമേന്ദ്രന്റെ മകന്റെ ലാംഗ്വേജ് ഇത്രയും മോശമാണോ എന്ന് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യും ചിലപ്പോൾ. അല്ലെങ്കിൽ ആൾക്കാർ അച്ഛൻ്റെ ബുക്സ് വായിച്ചിട്ട് എൻ്റെ ഈ ലാംഗ്വേജ് വായിക്കുമ്പോൾ അവരുടെ എക്സ്പെക്ടേഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സച്ചിൻ്റെ മകൻ സച്ചിൻ്റെ പോലെ തന്നെ കളിക്കണമല്ലോ, അതുപോലെ രാമചന്ദ്രൻ്റെ മകൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും ആൾക്കാർക്ക്. എൻ്റെ ഈ ബുക്കിൽ ഒരു പിൻ പോയിന്റ് പോലും സ്പിരിച്വാലിറ്റി ഇല്ല, നല്ല ലാംഗ്വേജ് ഇല്ല, ഒരു ലോക്കൽ തൃശ്ശൂർ ലാംഗ്വേജിലാണ് ഞാൻ പോകുന്നത്. ഞാനും അമ്മയും യാത്ര ചെയ്ത കഥകളാണ്, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ ഇങ്ങനെ ഒരു യാത്രയിൽ ത്രൂ ഔട്ട് എൻ്റെ പേജസിൽ നിൽക്കുന്നുള്ളത്, അതാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷെ ഞാൻ ഇപ്പോഴും ഭയങ്കര ഡൗട്ട്ഫുള്ളാണ്, ഞാൻ ഈ ബുക്ക് റിലീസ് ചെയ്യണോ വേണ്ടേ. ഇത് ഒരു പബ്ലിഷർ ഓൾറെഡി എടുത്ത് കഴിഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ ഞാനതങ്ങനെ കയ്യിൽ വെച്ച് ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ. സംതിങ് ഇസ് പുള്ളിങ് മീ ബാക്ക്. അതെന്താന്ന് എനിക്കറിയില്ല. മേ ബി എൻ്റെ ഒരു അപഹർഷതാബോധമായിരിക്കും എന്നോടോ അല്ല എന്ന് പറയണ പോലെ. എനിക്ക് തന്നെ അത് മോശമാവും, അല്ലെങ്കിൽ അത് ഭയങ്കരമായി ആൾക്കാർ വിലയിരുത്തും. അച്ഛൻ്റെ ബുക്സ് വായിച്ചിട്ടുള്ള അച്ഛൻ്റെ റീഡേഴ്സൊക്കെ ഹാർഡ് കോർ റീഡേഴ്സാണ്. അവരൊക്കെ എന്താ പറയുക, ഹാർഡ് കോർ ഫാൻസാണ്. നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു അടികിട്ടി വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫാൻസും ഇല്ല, ഒന്നുമില്ല, ആരും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന എൻ്റെ ഹാർഡ് കോർ ആയിട്ടുള്ള കുറച്ച് പേര് അവരെന്നും എനിക്കുണ്ടാവും, അത് ഉറപ്പാണ്. ഇതിപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്താലും ഇത് മേടിക്കുന്നൊരു 100 പേരുണ്ടാവുമായിരിക്കും, മേ ബി. സ്റ്റിൽ അത്രേ ഉണ്ടാവുള്ളായിരിക്കും. ഞാനൊരു വലിയ എഴുത്തുകാരനല്ല, ഒരു വലിയ എഴുത്തുകാരൻ്റെ മകനാണ്, പക്ഷെ ഞാനൊരു വലിയ എഴുത്തുകാരനല്ല. എൻ്റെ ലാംഗ്വേജ് അത്ര വാവ് ലാംഗ്വേജ് അല്ല, ദൈവികതയില്ല. അച്ഛൻ്റെ ബുക്സ് വായിക്കുമ്പോൾ ആ എഴുതുന്ന സ്ഥലം നമ്മുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു വലിയ മാജിക് ഉണ്ട് അച്ഛൻ്റെ വാക്കുകളിൽ. എൻ്റെ വാക്കുകളിൽ അതില്ല. ഇതൊക്കെ കൊണ്ടാണ് ഞാനിത് പബ്ലിഷ് ചെയ്യാതെ വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം, ഇത് പബ്ലിഷ് ചെയ്യണോ വേണ്ടേ? നിങ്ങളുടെ ഒപ്പീനിയനാണ്. എന്നാണ് ബുക്കിൻ്റെ പേര് ഞാൻ ഇട്ടിട്ടുള്ളത്. 2022 മാർച്ചിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഇന്നും ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ ഞാനത് പബ്ലിഷ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനത് പബ്ലിഷ് ചെയ്യില്ല.